സൈജി ടീച്ചർ നിലമ്പൂർ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. നമ്മുടെ നാടിനെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ നമ്മളെല്ലാവരും ഒരുമിച്ച് അണിനിരക്കേണ്ട കാലമായിരിക്കുന്നു. ലഹരിക്കെതിരെ ക്യാമ്പയിനിൽ ഞാനും അണിചേരുന്നു. ആസിഫ് മമ്പാടാണ്. ഷെയ്ഖിന ടിവിയുടെ ലഹരിക്കെതിരെ ഉള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുന്നു. ഇതിനെല്ലാ പിന്തുണയും അർപ്പിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ പൈസ മേടിച്ചും വീടുകളിൽ ലേറ്റായി വരും, ചൂടായി കഴിഞ്ഞാൽ ഇവർ ഒരു ദിവസം ഭക്ഷണം കഴിക്കില്ല എന്ന് പേടിച്ചിട്ട് മാതാപിതാക്കൾ ഇവരെ ഫോഴ്സ് ചെയ്യില്ല. കാരണം അവരുടെ സ്നേഹം മൂത്തുകയുണ്ട്. ഇത് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രീ ടൈമോ അവരൊന്നും മുഖം കറുപ്പിച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ വിട്ടു കുഴപ്പമില്ല എന്ന് പറയും. ഇതുകൊണ്ട് ഈ പണവും കാര്യങ്ങളും ഇവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നൽകുന്നത്. വിദ്യാർത്ഥികളുടെ അവരുടെ പുസ്തകങ്ങളായാലും അവരുടെ ബാഗുകളായാലും മാതാപിതാക്കൾ തുറന്ന് പരിശോധിക്കുക തന്നെ ചെയ്യാം. അത് അവരുടെ പ്രൈവസി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതാക്കുന്നുണ്ടെങ്കിലും ഒരു തവണ അത് പ്രശ്നം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം അവൻ പട്ടിണി കിടക്കും, പിറ്റത്തെ ദിവസം അവൻ നന്നായിക്കോളും. അപ്പം നമ്മളെ പിന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അറിയുന്നതാണ്. ഓരോരോ അധ്യാപകരാണെങ്കിലും സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരാണെങ്കിലും കയ്യിൽ നിന്ന് പോയി എന്നുള്ള രൂപത്തിലാണ്. പിന്നെ മാനസികരെ അവർ ചികിത്സിക്കുമ്പോൾ തന്നെ ഇത് ലേശം കൊടുത്തുകൊണ്ടാണ് ചികിത്സിക്കാൻ പറ്റുന്നത്. അമ്മാരുടെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആൺകുട്ടികളെന്നില്ല പെൺകുട്ടികളെന്നില്ല. പെൺകുട്ടികളെ മറ്റു പല രീതിയിലുമാണ് ഇവർ ദുരുപയോഗം നടത്തുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ മാതാപിതാക്കളുടെയും മറ്റും പിന്തുണ ഇല്ലാതെ സർക്കാരിനെ പോലീസിനെ മാത്രം വഹിച്ചുകൊണ്ട് ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടക്കില്ല. അവരവരുടെ മക്കൾ, കാരണം സർക്കാരിന് ഇവിടെ 3.5 കോടി ജനങ്ങളുണ്ട്. പോലീസുകാർക്ക് 50,000 പോലീസുകാരാണ് കേരളത്തിലുള്ളത്. ഒരച്ഛനും അമ്മക്കും ഇപ്പോൾ 2-3 കുട്ടികളുള്ളത്. ഈ 2-3 കുട്ടികൾ സ്വന്തം അച്ഛനും അമ്മക്കും നോക്കാൻ പറ്റിയില്ലെങ്കിൽ സർക്കാരിനെയോ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവരുടെ മക്കളെ അവരുടെ മാതാപിതാക്കൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം തന്നെ ഈ പ്രശ്നങ്ങൾ തീരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ എല്ലാം പിന്നിലാകട്ടെ, അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളുടെ എല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിൽ ഏറിയ പങ്കും കുട്ടികളാണെന്നുള്ള കാര്യവും ഇതിൻ്റെ മൂല കാരണം ചെന്ന് എത്തി നിൽക്കുന്നത് ലഹരി മരുന്നിൻ്റെ ഉപയോഗമാണെന്നുള്ള കാര്യവും നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ലഹരി മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആവിഷ്കരിച്ച ഒരു സമ്പ്രദായമാണ് വിമുക്തി. പല ജില്ലകളിലും ഇന്ന് വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല. ഈ ലഹരി കച്ചവടം നടത്തുന്ന ആളുകളെ കണ്ടുപിടിച്ചത് മുതിർന്നവരോ കുട്ടികളോ ആരുമാകട്ടെ, രാഷ്ട്രീയത്തിൻ്റെയോ കൊടിയുടെയോ നിറം നോക്കാതെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ച് കർക്കശ ശിക്ഷ ഉറപ്പാക്കുവാൻ വേണ്ട നടപടികൾ നമ്മുടെ പോലീസും എക്സൈസ് വകുപ്പും സ്വീകരിക്കണം. മറ്റൊന്നായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ അധ്യാപകർക്ക് പഴയ വടി തിരിച്ചു കൊടുക്കണം. അധ്യാപകരുടെ കയ്യിൽ നിന്ന് എന്ന് ആ വടി മാറ്റിയോ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഈ പോക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പരിണത ഫലമാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത്. മണലോടി സ്വദേശിയാണ്. ഷെയ്ഖിന ടിവിയുടെ ലഹരി മുക്തിക്കെതിരെയുള്ള ഈ ക്യാമ്പയിനിൽ ഞാൻ പങ്കാളി ആവുന്നു. മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഈ വിഷയം തിരഞ്ഞെടുത്തതിൽ ഞാൻ അതിന് സന്തോഷിക്കുന്നു. കാരണം നമ്മുടെ ലഹരി മുക്തിക്കെതിരെ നമ്മളും നമ്മുടെ നാട്ടുകാരും പോലീസുകാരും വ്യാപാരികളും എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളെ ഈ ലഹരി മുക്തിക്കെതിരെയുള്ള നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ പേര് യൂനിസ് എന്നാണ്. ഞാൻ നിലമ്പൂർക്കാരനാണ്. ഷെയ്ഖിന ടിവിയുടെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും നേരാണ്. കൂട്ടായ്മയോട് തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ എക്സൈസിനോ അല്ലെങ്കിൽ പോലീസിനോ മാത്രം ഈ ഒരു ലഹരി തടയാനാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എല്ലാ മേഖലയിലും എല്ലാ ആളുകളും, സന്നദ്ധ പ്രവർത്തകരും, ക്ലബ്ബുകൾ, മതസംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ച് പഴയ രീതിയിലുള്ള ഒരു കേരളം തന്നെ തിരിച്ചുപിടിക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് റെജി പാലത്താനം, പൂക്കോട്ടുംപാട. ഷെയ്ഖിന TV ചാനലിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിന് ഞാനും കണ്ണിയാകും. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഏറെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മളിലും അത് കൂടുതൽ അറിയാനുള്ള ഒരു ആഴമായിട്ടുള്ള ഒരു ചിന്താഗതിക്ക് കാരണമാകട്ടെ. എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ കാണാൻ കഴിയുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട് പല കുടുംബങ്ങളും തകർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇതിനെതിരെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരു ബോധവൽക്കരണം നടത്തി നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും ഒരുപോലെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാകുന്നു. അതിന് ഷെയ്ഖിന ന്യൂസ് ചാനൽ കാണിക്കുന്ന ഈ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് അറിയിക്കുന്നു.
ഞാൻ ദീപ്തി ജേക്കബ് ചുങ്കത്തറ. പ്രിയരെ, ജീവിതം ഒരു സമ്മാനമാണ്. ലഹരി അതിനെ നശിപ്പിക്കും എന്ന ബോധ്യമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ലഹരിയിലല്ല നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത്, മറിച്ച് നല്ല ആരോഗ്യമുള്ള മനസ്സിലും ശരീരത്തിലുമാണ്. വിനോദത്തിനായിട്ടാണ് ഓരോരുത്തരും ലഹരി ഉപയോഗം തുടങ്ങുന്നത്. പക്ഷെ അത് കൊണ്ട് എത്തിക്കുന്നത് അടിമത്തത്തിലേക്കാണ്. ഒരു വ്യക്തിയുടെ കുടുംബജീവിതം, തൊഴില്, സാമൂഹ്യ ജീവിതം, വിദ്യാഭ്യാസം എന്നതിനെല്ലാം അത് ദോഷകരമായി ബാധിക്കുന്നു. സന്തോഷം ലഹരിയിലൂടെ അല്ല, മറിച്ച് നല്ല ജീവിതശൈലിയിലൂടെയാണ് എന്നതാവണം നമ്മുടെ ലക്ഷ്യം. എൻ്റെ പേര് സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ. ഞാൻ ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല പഞ്ചായത്ത് ചെമ്മണ്ണാറ്റിൽ സ്ഥിരതാമസമാണ്. ഷെക്കാന ടിവിയുടെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ഞാനും പങ്കാളിയാകുന്നു. ഇന്ന് നമ്മുടെ ഈ സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ ഉപയോഗം മൂലം എത്രയോ അതിക്രമങ്ങളും അനിഷ്ടങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾ മുതൽ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ലഹരിയുടെ ഉപയോഗം വ്യാപകമായി ഉള്ളതിനാൽ അക്രമവും അനീതിയും നമ്മുടെ നാട്ടില് നടമാടുകയാണ്. ഇതിനെതിരെ ഷെക്കാന ടി വി നടത്തുന്ന മദ്യവിരുദ്ധ പോരാട്ടത്തിൽ സജീവമായി പങ്കാളിയാവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ മാത്യു സ്റ്റീഫൻ XMLA. ഷക്കീന ടി വിയുടെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ശക്തിയും ആർജവത്വവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കലാലയങ്ങൾ, ആ കലാലയങ്ങൾ ഇന്ന് ചോരയുടെ മണമുള്ള കലാലയങ്ങളായി മാറിയിരിക്കുന്നു. ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ചോരയുടെ മണക്കേണ്ടി വരുന്നു. മാതാപിതാക്കന്മാരും ഈ പൊതുജനസമൂഹവും സർക്കാരും നമ്മളെല്ലാവരും ഒരു മനസ്സോടുകൂടി ഈ ലഹരി വിരുദ്ധ നിലപാടിന് അനുകൂലമായി പോരാടുന്നില്ലെങ്കിൽ കണ്ണുകൾ കുഴിഞ്ഞ, വയറുന്തിയ, നട്ടെല്ല് തകർന്ന ഒരു തലമുറയായിരിക്കും 10 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് ആരോഗ്യമുണ്ടാവില്ല, അവർക്ക് ജീവിക്കാൻ കഴിയില്ല. സ്വത്തും പണവും കൊണ്ട് മാത്രം ജീവിക്കാമെന്നുള്ള ധാരണ വേണ്ട. നമസ്കാരം, ഞാൻ പ്രിയ രാഹുൽ. കട്ടപ്പനയ്ക്കടുത്ത് ആനവിലാസം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഷക്കീന ടി വിയുടെ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ എൻ്റെ പൂർണ്ണ പങ്കാളിത്തവും പൂർണ്ണ പിന്തുണയും ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളുകളിലാണ് നമ്മുടെ വീടുകളിലായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമായിരിക്കുന്നത്. 3 കുഞ്ഞുമക്കളുള്ള ഒരു അമ്മ എന്ന നിലയിൽ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ എങ്ങനെ പങ്കാളിയാകാമെന്ന് സംശയിക്കുന്ന മറ്റമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഇതിന് തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പോകുമ്പോൾ തൊട്ട് വരുന്നത് വരെയുള്ള വിശേഷങ്ങൾ അവർ പറഞ്ഞാലേ നമുക്കറിയാൻ സാധിക്കൂ. അവരുടെ കൂട്ടുകാർ, അവരുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ എന്നിവയെല്ലാം അവർ നമ്മളോട് പറയണം എന്നുണ്ടെങ്കിൽ ഒരു സൗഹൃദപരമായ ആരോഗ്യകരമായ അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ആ വിശേഷങ്ങൾ നമ്മളോട് പറയാൻ മടിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമപ്രധാനമായ ഒരു കാര്യമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾ ചെറിയ പ്രായം തൊട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് പോലെ ലഹരിയെ പറ്റിയുള്ള ബോധവൽക്കരണം അവർക്ക് കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലഹരിയുടെ ഉപയോഗത്തെപ്പറ്റിയും അതിൻ്റെ പാർശ്വഫലങ്ങളെ പറ്റിയും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ ഈ പോരാട്ടത്തിൽ നമുക്കും പങ്കാളിയാകാം. അത് ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ പോലുമുള്ള ധൈര്യം അവർക്ക് അതിലൂടെ ലഭിക്കുകയാണ്. ഈ അടുത്ത നാളുകളിലെ വാർത്തകളെല്ലാം നമ്മളെ ഒത്തിരിയേറെ നൊമ്പരപ്പെടുത്തുന്നതാണ്. സഹപാഠിയെ തല്ലിക്കൊല്ലും വിധം ലഹരി മാഫിയ പിടിമുറക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെയുള്ള വലിയൊരു ക്യാമ്പയിൻ ഈ നാട്ടിൽ കടന്നു വരേണ്ടതുണ്ട്. അതിനെല്ലാ തരത്തിലുള്ള പിന്തുണയും കൂരാച്ചുണ്ട് കൊറോണയുടെ നേതൃത്വത്തിൽ AKCCയുടെയും അതോടൊപ്പം എല്ലാ സംഘടനകളുടെയും ഇടവകയുടെയും അഭിവാദ്യം അർപ്പിക്കുന്നു. അതോടൊപ്പം അതിനെല്ലാ പിന്തുണയും ഈ അവസരത്തിൽ നേരുകയാണ്.
ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകേണ്ട രാഷ്ട്രീയ നേതൃത്വം അതിനെന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതിന് കാരണം അവർക്ക് ഇതിൽ എന്തൊക്കെയോ ലാഭമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെയുള്ള ആത്മീയ നേതൃത്വത്തിനോ അതല്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണ മനുഷ്യനോ ഒന്നും നിയമം നിർമ്മിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമില്ല. ഞങ്ങളൊക്കെ ധാർമ്മിക മനുഷ്യരാണ്. ഞങ്ങൾക്ക് മനുഷ്യരെ നന്മ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ ഉപദേശിക്കാനും മാത്രമേ സാധിക്കൂ. പക്ഷേ നിയമം മൂലം ഈ തിന്മയ്ക്കെതിരെ ശക്തമായിട്ടുള്ള പുറപ്പാടുകൾ നടത്തേണ്ടത് ഇവിടെയുള്ള ഈ ഗവൺമെന്റ് സംവിധാനങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളുമാണ്. അവരതിന് തയ്യാറാകാത്തത് കൊണ്ട് അതിന്റെ ആദ്യത്തെ കുറ്റക്കാർ ഇവരാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അത് രാഷ്ട്രീയ, സാംസ്കാരിക, അതുപോലെ തന്നെ പലപ്പോഴും മതപരമായിട്ടുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ ഇതര മതസമൂഹങ്ങളെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യണമെന്നുള്ള നിഗൂഢമായിട്ടുള്ള അജണ്ടയോടുകൂടെ ഈ നാട്ടിൽ നടപ്പിലാക്കിയ ഒരു അപകടകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ മയക്കുമരുന്ന് വ്യാപനം എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മലപ്പുറം മോട്ടോർ തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയാണ്. വിവിധ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നു. പിന്നെ ഷെയ്ഖാനയുടെ മയക്കുമരുന്ന് ക്യാമ്പയിനിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരുപാട് പ്രോഗ്രാമിൽ ഞാനും പങ്കാളിയാണ്. അവിടെ നമ്മുടെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ വിപത്തിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടും. പക്ഷെ അത് ഒന്നൊന്നും തുടങ്ങണം, ഒന്ന് വീട്ടിൽ നിന്ന് തുടങ്ങണം. രണ്ട് വിദ്യാലയങ്ങളിലും നിരവധിയായ യുവതി യുവാക്കൾ അതിനൊന്നും വ്യത്യാസമില്ലാതെ ഈ വിപത്തിനെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക വളരെയധികം പ്രയാസപ്പെടും. അപ്പോൾ അത് തീർച്ചയായും വീട്ടിൽ നിന്ന് രക്ഷിതാക്കളും മക്കളും, അത് കുട്ടികളും മക്കളും തമ്മിലുള്ള ആശയവിനിമയം ഒന്നുകൂടി ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തെ തടസ്സം നിൽക്കാത്ത രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുകയും തിരിച്ചു കേൾക്കുകയും ആ അഭിപ്രായം വളരെയധികം സമന്വയിപ്പിച്ച് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ രക്ഷിതാവ് പറഞ്ഞ് പഠിപ്പിക്കാനുള്ളൊരു മനസ്സും അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് യുവ വിദ്യാർത്ഥി സംഘടനകൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് വിദ്യാലയങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അധ്യാപകർക്ക് വളരെയധികം ഇതിനകത്ത് പങ്കുവഹിക്കാൻ കഴിയുന്ന സിസ്റ്റമാണ്. ലഹരിയുടെ അതിവ്യാപനം ഇപ്പോൾ സമൂഹങ്ങളിലും കുട്ടികളിലുമാണ് ഏറ്റവും കൂടുതലുള്ളത്. കുട്ടികളെന്ന് പറഞ്ഞാൽ കൂടുതൽ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പഠിക്കാൻ ബുദ്ധിയില്ലായ്മ വരുമ്പോൾ, എവിടെയെങ്കിലും തോൽവി ഏറ്റുവാങ്ങാൻ വേണ്ട ഒരു അവസ്ഥ വരുമ്പോഴൊക്കെ ലഹരിക്ക് അടിമയാകുന്നൊരു പ്രവണത കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ MDMA പോലെയുള്ള പല പല മയക്കുമരുന്നിലോട്ട് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, എങ്കിലും ഷെക്കീന TV ഈ ലഹരി ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുന്നു. നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ലഹരിക്കെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കേണ്ട അനിവാര്യമായ ഘട്ടമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അതിനെ ഒന്നിച്ച് ലഹരിക്കെതിരെ പോരാടണം. ഞാൻ മുരളി, വടോറം ആണ് വീട്. ഞാനും ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പങ്കാളികളാവുകയാണ്. നമ്മുടെ നാടിന്ന് മഹാവിപത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ മക്കളും അതുപോലെ തന്നെ നമ്മുടെ സമൂഹം ഇന്ന് വളരെയധികം ലഹരി അടിമ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതുകൊണ്ട് വളരെ അക്രമങ്ങളും അനീതികളും സമൂഹത്തിൽ വ്യാപിച്ചു വരികയാണ്. നിയമത്തിനും ഒരു പരിധിവരെ ഇത് സംരക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഓരോരുത്തരും നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിലും ചുറ്റുപാടുകളിലും നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിക്കൊണ്ട് വരുന്ന തലമുറയെ വളരെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത് നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു യജ്ഞത്തിൽ, ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നാടും പുറങ്ങളിലും നമ്മുടെ അയൽപ്പക്കത്തും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിലും ലഹരി ഉപയോഗിക്കുന്നില്ല ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിയോട് കൂടിയിട്ടുള്ളൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതും അതുപോലെ തന്നെ ഓരോ വീടുകളിലും ലഹരിയുടെ ഉപയോഗം ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാകണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. വിജയലക്ഷ്മി, മഞ്ചേരി. ഇന്ന് നമ്മുടെ
സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അടക്കം, ആൺകുട്ടികളെ അല്ല പെൺകുട്ടികളടക്കം ഇന്ന് ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ദയനീയമായ കാഴ്ചയാണ് നമ്മുടെ രാജ്യത്താകമാനം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പൊ അത്തരം പരിപാടികളിൽ നിന്നൊക്കെ മാറി നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുന്നതിന്, അവരെ ഇത്തരം ലഹരിയിൽ നിന്നും വിമുക്തമാക്കുന്നതിന് വേണ്ടി ലഹരി വിമുക്ത പരിപാടിയിൽ ഞാനും തീർച്ചയായിട്ടും പങ്കാളിയാകും എന്ന് പറയുകയാണ്. ഞാൻ പി ശിവശങ്കരൻ, മഞ്ചേരി, സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം. നമ്മുടെ കേരളം ഇന്ന് ഒരു ലഹരി മാഫിയയുടെ പിടിയിലാണ്. അതിൽ നിന്ന് ഈ സമൂഹത്തെയും നാടിനെയും സംസ്ഥാനത്തെയും ഒക്കെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, ലഹരിമുക്ത പ്രവർത്തനങ്ങളിലെല്ലാം ഞാനും പങ്കാളിയാവുന്നു. ഞാൻ അഡ്വക്കേറ്റ് ശിവരാമൻ, സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഈ പുതുതലമുറയെ, യുവാക്കളെയും വിദ്യാർത്ഥികളെയും വഴിതെറ്റിക്കുന്ന, സമൂഹത്തെ ആകെ വഴിതെറ്റിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ, ലഹരി വ്യാപനത്തിനെതിരെ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുന്നു. മയക്കുമരുന്നും അതുപോലുള്ള ലഹരി വസ്തുക്കളും സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എൻ്റെ പേര് സത്യനാഥൻ KC, മഞ്ചേരിയാണ്. സീനിയർ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ജില്ലാ ട്രഷറാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളും പിന്നെ കുട്ടികളും വിദ്യാർത്ഥികളും അടക്കം അടിമയായി കൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥത്തെ ഒഴിവാക്കിക്കൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ, വിരുദ്ധ ക്യാമ്പയിനിൽ എല്ലാ പ്രവർത്തകരും ഞാനും സജീവമായി പങ്കാളിയാവുന്നതാണ്. ഞാൻ സിജി ടീച്ചർ, മാമാങ്കര സെൻറ് മേരീസ് AUP സ്കൂളിലെ അധ്യാപിക. ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ സമൂഹവും നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായി ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുന്നു. ലഹരി മനുഷ്യജീവിതത്തെ നശിപ്പിക്കുന്ന മാരകമായ ഒരു ശത്രുവാണ് എന്നും പറയാൻ സാധിക്കും. ഇത് ഒരു നിമിഷത്തിൽ നമുക്ക് ആനന്ദകരമായി തോന്നുമെങ്കിലും ജീവിതകാലം മുഴുവൻ അതിന്റെ ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്നത് നിശ്ചയമായ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മുതിർന്നവരല്ല, കൊച്ചു കുട്ടികൾ ഇത് ഉപയോഗിക്കുകയും വയലൻ്റായും അക്രമ പ്രവർത്തനം ചെയ്യുകയും ചെയ്യും. ഞാൻ KT ഉസ്മാൻ, ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ്. ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ ലഹരിയുടെ പിടുത്തത്തിൽ അമർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ രക്ഷിക്കാൻ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രചരണത്തിന് ഇറങ്ങേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളടക്കം ലഹരി മാഫിയകൾ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നമ്മൾ നാടിനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ തന്നെ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. എൻ്റെ പേര് മനോഹരൻ, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. മദ്യത്തിനെതിരെയുള്ള ക്യാമ്പയിൻ ഞാനും പങ്കാളികളാകുന്നു. കാരണം വരും തലമുറ ഈ മദ്യലഹരി വളരെ വിഷമം പിടിച്ച സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മദ്യത്തിനെതിരെയുള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാണ്. പോത്തുക്കൽ പഞ്ചായത്തിൽ നിന്ന് വരുന്നു. ഞാനും ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കാളിയാകുന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ ലഹരികൾ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ കോളനികളിലെ മക്കളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് നല്ല ഒരു തലമുറ വാർത്തെടുക്കണമെന്നാണ് നമ്മുടെ എല്ലാ രക്ഷിതാക്കളും കോളനികളിൽ പിന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ക്ലാസ് നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേര് റസാക്ക്. ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാണ്. ഈ നാട്ടിൽ നിന്ന് ലഹരി വിദ്യാർത്ഥികളിലും അതുപോലെ തന്നെ യുവജനങ്ങളിലും വളരെയധികം
വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ കർശനമായി നടക്കുന്നുണ്ട്. അതിന് നമ്മളെല്ലാവരും രംഗത്ത് ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലഹരിക്കെതിരെയുള്ള ക്യാമ്പിൽ ഞാനും പങ്കാളിയാണ്. വിദ്യാലയങ്ങളിലും സമൂഹത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ലഹരിയെ മാറ്റി നിർത്തേണ്ട അനിവാര്യതയാണ്. എൻ്റെ പേര് ഹുസൈൻ മാഷാണ്. നമ്മുടെ നാടിനെ ക്യാൻസർ പോലെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണ് ലഹരി. ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കുചേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ UP സ്കൂൾ തൊട്ട് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി കോളേജുകളിലെ വിദ്യാർത്ഥികളിലേക്ക് ഈ സാമൂഹ്യ വിപത്ത് ആകെ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മളെ നാട് ആകെ ഒരു വലിയ വിപത്തിലേക്കാണ് പോവുക. ലഹരിക്ക് എതിരായിട്ട് നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ പോലീസ് ഡിപ്പാർട്ട്മെന്റോ മാത്രം പോരാ. നമ്മൾ ബഹുജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ആബാലവൃദ്ധം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള ബൃഹത്തായ പദ്ധതികളും പരിപാടികളായിട്ട് മുന്നോട്ട് പോയി ഇതൊരു മിഷനായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ വിപത്തിനെ നാട്ടിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട്. ഞാൻ സിദ്ദീഖ് അമ്പുകടൻ. ചെറിയൊരു സാംസ്കാരിക കലാ പ്രവർത്തനമൊക്കെയാണ്. ഈ ലഹരി വല്ലാത്തൊരാപത്തായിട്ട് നമ്മളിപ്പോൾ കാണുന്നു. കാരണം നമ്മളെ കൊച്ചുമക്കളൊക്കെ പഠിക്കുകയാണ് കോളേജിലും ഇവിടെയൊക്കെ. അതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്ക് തീരാത്തതാണ്. നമ്മൾ തീർത്തും ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാണ്. നവാസ് മൂലേപ്പാടം. ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കുചേരുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നാലേ ഈ വിപത്തിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ. ഞാനും അതിൽ പങ്കുചേരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ CK സുരേഷ്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാനും പങ്കാളിയാകുന്നു. ലഹരി ഇന്ന് ഒരു പ്രശ്നത്തിനും പരിഹാരമാവുകയില്ല. ഇന്നത്തെ യുവാക്കളും വിദ്യാർത്ഥികളുമാണ് നാളത്തെ രാജ്യത്തിൻ്റെ പൗരന്മാർ. അവരെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം കടമയുമാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ. ഞാൻ നാരായണൻകുട്ടി. ഞാൻ മണ്ണുപ്പാടത്ത് താമസിക്കുന്നു. ലഹരിക്കെതിരായുള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുന്നു. ഇവിടെ ഭൂരിഭാഗം യുവാക്കളും പണിക്കും ജോലിക്കും ഒന്നും പോകാതെ ഇവിടെ ലഹരിയായിട്ടുള്ള മാഫിയയിൽപ്പെട്ട് നടക്കുകയാണ്. ആയതുകൊണ്ട് നമുക്കിതിനെ എതിർത്തേ മതിയാവൂ. ഞാൻ നൗഷാദ് പരുന്തൻ, NCPS നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ്. നമുക്കറിയാം, നമ്മുടെ സമൂഹം അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗവും അതിൻ്റെ വിപണനവും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള അപകടാവസ്ഥയിലേക്കാണ് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗം മൂലം മനോനില നഷ്ടപ്പെട്ട യുവാക്കൾ സ്വന്തം അച്ഛനമ്മമാരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവർ നിഷ്ഠൂരം കൊലപ്പെടുത്തുകയും വീണ്ടും ലഹരി ഉപയോഗിക്കുന്നതിനുള്ള പണം കണ്ടെത്തുവാനുള്ള മാർഗമായി അതിനെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിനെതിരെ ശക്തമായ ഒരു പോരാട്ടം നാം നടത്തേണ്ടതുണ്ട്. ഇത്തരം ലഹരി വിരുദ്ധ ക്യാമ്പയിന് എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവിധ പിന്തുണയും ആശംസകളും നേരുന്നു. ഞാൻ പുഷ്പവല്ലി, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി എന്ന് പറയുന്നത്. ഈ രാസലഹരി കൊണ്ട് നമ്മുടെ കുടുംബങ്ങളും കുട്ടികളും ഛിന്നഭിന്നമായി പോവുകയാണ്. അപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ പങ്കാളിയാകുന്നു. നിങ്ങളെല്ലാവരും പങ്കാളിയായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ ഈ രാസലഹരിയിൽ നിന്നും രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അബ്ദുൽ നാസർ, CBSE സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറത്തിൻ്റെ പ്രസിഡൻറ്റും പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ മാനേജറുമാണ്.
ഇന്ന് കേരളത്തിലാകമാനം ലഹരിക്കെതിരെ വിവിധ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവതലമുറയെ ആകെ ഗ്രസിച്ചിട്ടുള്ള ഈ മഹാവിപത്തിനെതിരെ നടത്തുന്ന ക്യാമ്പയിനിൽ ഞാനും എൻ്റെ സ്ഥാപനവും അണിചേരുമെന്ന് അറിയിക്കുന്നു. ഞാൻ ഷംല സമീർ, പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ. ലഹരിയുടെ വിപത്തിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനായി നടത്തുന്ന ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാകും. ഞാൻ സഹിൽ അകമ്പാടം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ലഹരിക്കെതിരായിട്ടുള്ള ഈ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുകയാണ്. നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ എക്സൈസും പോലീസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന ഒരു ബൃഹത്തായൊരു ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിന് ജനങ്ങളെല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ജനപിന്തുണ ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മേഖലയിലെ വലിയൊരു ഭവിഷ്യത്തായി മാറിയിട്ടുള്ള ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിന് മുഴുവൻ ആളുകളുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. ഞാൻ മാമാങ്കര സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയാണ്. ലഹരി സ്കൂൾ വിദ്യാർത്ഥികളെയും യുവജനതയെയും വലവിരിച്ചു കാത്തു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും രക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാകും. റീജ, മാമാങ്കര സെന്റ് മേരീസ് AUP സ്കൂളിലെ അധ്യാപികയാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരിയുടെ ഉപയോഗം. വെളിച്ചത്തിലേക്ക് എത്തുന്ന ഈയാമ്പാറ്റകൾ സ്വയം ഇല്ലാതാകുന്നത് പോലെ നമ്മുടെ യുവതലമുറ ഇന്ന് ലഹരിക്കടിപ്പെട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നാം ഓരോരുത്തരും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാകുന്നു. ഞാൻ ജമീന, സെന്റ് മേരീസ് AUPS മാമാങ്കരയിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതര പ്രശ്നങ്ങളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ഇവ ഇന്ന് സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാകുന്നു. ഞാൻ ലില്ലി, സെന്റ് മേരീസ് AUP സ്കൂളിലെ അധ്യാപികയാണ്. മാനവരാശിയെ തകർക്കുന്ന മാരകമായ ഒരു വിപത്താണ് ലഹരിയുടെ ഉപയോഗം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം അത് കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും പകർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഞാനും പങ്കാളിയാവുന്നു. നമസ്കാരം, ഞാൻ രാജശ്രീ, പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിലെ ഒരു ഗണിത അധ്യാപികയാണ്. ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി. വിദ്യാർത്ഥികളുടെ എല്ലാത്തിനോടുമുള്ള ഈ അസഹിഷ്ണുതാ മനോഭാവം ഇത്തരത്തിലുള്ള ലഹരികളുടെ സ്വാധീനവും സോഷ്യൽ മീഡിയയോടുള്ള അഡിക്ഷനുമാകാം. ഒരു വിദ്യാർത്ഥിയോടും ഒരു സമൂഹത്തോടും ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ദ ഓപ്പോസിറ്റ് ഓഫ് അഡിക്ഷൻ ഈസ് കണക്ഷൻ. ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിയെ സാമൂഹിക പ്രതിബദ്ധതയോടെ വളർത്തുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ഇതിനായി അണിചേരുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. ബിനു എന്നാണ്, താമസം നായടമ്പയിൽ. ഞാനും ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിൽ പങ്കാളിയാവുകയാണ്. എല്ലാവരും ഇതിനോട് സഹകരിക്കണം. നായടമ്പയിൽ ലഹരിക്കെതിരായിട്ടുള്ള ഇതിനും നമ്മളും തയ്യാറാണ്. എല്ലാവരും അതിന് സഹകരിക്കുക. അഗസ്റ്റിൻ, ഞാൻ ചാലിയാർ പഞ്ചായത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ പങ്കാളിയാകുകയാണ്. ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെയുള്ള എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും പങ്കാളിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നതിനും അതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റികളെ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികളിൽ പങ്കാളിയാകും.